ഒരു പ്രത്യേക കാരണം കൊണ്ട് കുറച്ച് കൊള്ളക്കാരെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന സ്വർണങ്ങളെല്ലാം നമ്മുടെ നായകന് കിട്ടുവാണ്. അത് കിട്ടിയതിനു ശേഷം നായകന്റെ ജീവിതത്തിൽ അവനുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ തുടർന്ന് നായകൻ നേരിടുന്ന കുറെ കാര്യങ്ങളും അവസാനം നായകൻ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടുന്നു, ഏതൊക്കെ രീതിയിൽ അത് ഡീൽ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലിംഗ് മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബ്ലാക്ക് ഔട്ട് എന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ കഥ നടക്കുന്നത് പൂനെയിലാണ്. ഇപ്പൊ ഒരു കൂട്ടം കൊള്ളക്കാര് സിറ്റിയുടെ പല ഭാഗത്ത് കൊള്ളയടിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ കൊള്ളയടി സംഘം അവരുടെ ഈ പ്രവൃത്തിക്കിട്ട പേരായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ഔട്ട്. അവര് കൊള്ളയടിക്കാൻ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം കറണ്ട് കട്ടാക്കിയതിനു ശേഷമാണ് അവർ ആ പ്രവൃത്തി ചെയ്യാറുള്ളത്. അങ്ങനെ ഇപ്പൊ കൊള്ളയടിച്ചുണ്ടാക്കിയ പണവും സ്വർണവും എല്ലാം ആയിട്ട് അവര് വാഹനത്തിൽ ആ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം കുറച്ചു മുമ്പ് നടന്ന മറ്റൊരു കാര്യം നമ്മളെ കാണിക്കുവാണ്. ഒരു ജേർണലിസ്റ്റായ നമ്മുടെ നായകൻ അവന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഈ സമയം വീട്ടിലുള്ള നായകന്റെ ഭാര്യ രോഷിനി നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാന്നൊക്കെ പറയുവാണ്. അങ്ങനെ നായകൻ കുളിക്കാൻ വേണ്ടി കയറുവാണ്. ഈ സമയം കറണ്ട് കട്ടാവുന്നു. ആ കൊള്ളയടി സംഘം കൊള്ളയടിക്കാൻ വേണ്ടി കയറുന്ന സമയം ആ പരിസരത്തെ മുഴുവൻ കറണ്ട് കട്ടാക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. നേരത്തെ അവർ ആ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ആ പരിസരത്തെ കറണ്ട് മുഴുവൻ കട്ടാക്കിയപ്പോൾ നായകന്റെ വീട്ടിലേയും പോയതാണ്. ഈ സമയം കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ നായകൻ. പെട്ടെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ഈ സമയം നായകന്റെ ഭാര്യ പറയാണ്, നാളത്തേക്കുള്ള പാലും മുട്ടയില്ല, നിങ്ങളൊന്ന് പോയി വാങ്ങിട്ട് വരുമോ? പിന്നെന്താ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നായകനാണെങ്കിൽ നേരെ കാറും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം റോഡ് നിറയെ ബ്ലോക്ക് ആയിരുന്നു. ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോ പോയിട്ട് വരുമെന്ന് ഈ സമയത്ത് നായകൻ ആലോചിക്കുവാണ്. അങ്ങനെ ട്രാഫിക്കിൽ നായകൻ നിൽക്കുന്ന അതേ സമയം തന്നെ നായകൻ അവന്റെ ഒരു ഫ്രണ്ടായ രവീനെ കാണുന്നു. അവനിപ്പോ അവനോട് കുറച്ചേരം സംസാരിച്ചിട്ട് നീ എന്ത് ഇവിടെ നിന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാടാന്ന് ഈ സമയം അവൻ പറയുന്നു. ശരി, ഇന്ന് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വരട്ടെ. ഇങ്ങനെയും പറഞ്ഞ് നായകൻ ഈ സമയം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ട്രാഫിക് എല്ലാം കഴിയുമ്പോൾ നായകൻ വണ്ടി എടുത്ത് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. നൈറ്റ് അല്ലേ, പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് നായകനാണെങ്കിൽ വണ്ടി കുറച്ച് കത്തിച്ചു വിടുന്നു. എന്നാൽ അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഫ്രണ്ടിലൂടെ പോകുന്ന ഒരു വണ്ടിക്ക് നായകന്റെ വണ്ടി ഇടിക്കുവാണ്. അങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചത് നായകൻ പെട്ടെന്ന് കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. ആ കാർ അവിടെ മറിഞ്ഞു കിടക്കുവാണ്. ഈശ്വര, ഇത് പണിയായല്ലോ എന്നും പറഞ്ഞ് നായകനാണെങ്കിൽ നൈസായിട്ട് ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ കാർ ആരുടെയാണെന്നറിയാവോ? നേരത്തെ ആ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചിട്ട് ആ സ്വർണവും പണവും ഒക്കെ ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആ കൊള്ളയടി സംഘത്തിന്റേതായിരുന്നു. ഇപ്പൊ വണ്ടി ഇടിച്ചു മറിഞ്ഞപ്പോ വണ്ടിയിലുണ്ടായിരുന്ന ആ കൊള്ളക്കാരുടെ എല്ലാം ബോധം പോയിട്ടുണ്ട്. വണ്ടിക്ക് അകത്ത് നോക്കുമ്പോൾ നായകൻ കാണുന്ന എന്താ, ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങള്, കുറെ ക്യാഷ്. അങ്ങനെ അത് കണ്ടത് നമ്മുടെ നായകൻ പെട്ടെന്ന് മനസ്സിലെ കുറെ മനക്കൊട്ടകൾ കെട്ടാൻ തുടങ്ങുന്നു. അവനവന്റെ ഭാര്യനോടൊപ്പം രാജാവിനെ പോലെ ജീവിക്കുന്നതായിട്ട്. നായകൻ അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അടിപൊളിയായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ ഇത്രയും പണവും സ്വർണവും മതിയായിരുന്നു. അങ്ങനെ ഈ ചിന്തകളെല്ലാം മനസ്സിൽ കയറിയ നായകൻ ഈ സമയം ഒരു കാര്യം ഉറപ്പിക്കുവാണ്. ഈ കാര്യം ആരും കണ്ടിട്ടില്ലല്ലോ, വണ്ടിയിലുള്ളവർക്കാണെങ്കിൽ ബോധമില്ല. അപ്പൊ നൈസായിട്ട് അവരുടെ ഈ പെട്ടി എടുത്തോണ്ട് ഇവിടുന്ന് കടന്നു കളയാന്ന്. അങ്ങനെ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന ഒരു വലിയ പെട്ടി എടുത്ത് നായകൻ കഷ്ടപ്പെട്ട് അത് വലിച്ചുകൊണ്ടുവന്ന് കാറിന്റെ ഡിക്കി കയറ്റി വെക്കുന്നു. എന്നിട്ട് നേരെ കാർ എടുത്ത് അവിടുന്ന് പോവുകയാണ് നായകൻ. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് നായകൻ വണ്ടി ഓടിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഇതേ സമയം റോഡിലൂടെ നടന്നു വരുന്ന ഒരു വ്യക്തിനെയും നായകൻ വണ്ടി ഇടിക്കുന്നു. അങ്ങനെ അയാൾ തെറിച്ചു വീഴുന്ന സമയം വീണ്ടും പണിയായാലോ എന്നും പറഞ്ഞ് നായകൻ കാർ നിർത്തി അയാളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. എന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഇപ്പൊ അവിടെ ഓടിക്കൂടുന്നു. താൻ എന്ത് സ്പീഡിലാണോ വണ്ടി ഓടിച്ചു വന്നത്, കുറച്ച് പതുക്കെയൊക്കെ പോയിക്കൂടെ, ഇതിപ്പോ ഇയാൾ ചത്തുവെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയെല്ലാം നായകനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഓടിക്കൂടിയവരുടെ കൂട്ടത്തില് താടിയും മുടിയില്ലാന്ന് നെട്ടിയൊരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആ മുടിയും പറയുകയാണ്, ഇങ്ങനെ മരിച്ചിട്ടില്ല, പെട്ടെന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാം. എടോ, താൻ വണ്ടി എടുക്ക്, ഞാനും വരാൻ കൂടെ, നമുക്ക് എത്രയും വേഗം ഇയാളെ ആശുപത്രിയിലാക്കാം. ഇത് കേട്ട നായകൻ ശരി ചേട്ടാന്നും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുക്കുന്നു. അങ്ങനെ ആ വ്യക്തിനെയും കയറ്റി അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകനോട് ആ മുടിയും പറയുന്നുണ്ട്, ഇങ്ങനെ മരിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെ കണക്കൊന്നുമില്ല, ഇങ്ങനെ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. പിന്നെ ഞാൻ ആ കാര്യം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തനിക്ക് നേരെ ചുവേ പോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ മരിച്ചിട്ടില്ല, ആശുപത്രിയിലാക്കാന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് പണം തന്നാ വേണ്ട രീതിയിൽ ഞാൻ ഇത് ഡീൽ ചെയ്തോളാം. ഇത് കേട്ട നായകൻ ഡിക്കിയിൽ എത്രയും സ്വർണ്ണവും പണമൊക്കെ ഇരിക്കുമല്ലേ, അതിൽ കുറച്ച് ഇയാൾക്ക് കൊടുത്ത് ആ രീതിക്ക് ഇയാളെ ഒതുക്കി ഈ പ്രശ്നവും തീർക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നായകൻ അതിനൊക്കെ പറയുന്നു. അങ്ങനെ നായകൻ ആ ഡീലിനൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി അടുത്തുള്ള ഏതെങ്കിലും ശ്മശാനത്തിലേക്ക് വിടാൻ ഈ സമയം അയാൾ നായകനോട് പറയുന്നു. അങ്ങനെ നായകൻ അവിടേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയം റോഡിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈശ്വര, പോലീസ് അങ്ങനെ വണ്ടി ചെക്ക് ചെയ്താൽ പെട്ടുപോകുമല്ലോ എന്നൊക്കെ നായകൻ പേടിക്കുന്നുണ്ട്. എന്നാൽ കൂടെയുള്ള മുടിയനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, അയാൾ പാട്ടൊക്കെ പാടി കൂളായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ നായകന്റെ വണ്ടീന്റെ അടുത്തേക്ക് പോലീസുകാർ വരുന്നു. ഈ സമയം അവിടുത്തെ എസ്ഐനെ കാണുന്ന സമയത്ത് നായകൻ മറ്റൊരു കാര്യം ആലോചിക്കുവാണ്. ആക്ച്വലി നായകൻ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. നായകന്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് തന്നെ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്ത്, അതായത് വേഷം മാറി നമ്മുടെ നായകൻ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ എടുത്ത് പല ഡീലിംഗ്സിനും ചെല്ലും. ഇന്ന് മീശയെല്ലാം വെച്ച് വേറൊരു ഗെറ്റപ്പില് നായകൻ ഇയാളുടെ അടുത്ത് നിന്ന് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് അവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു പരിചയത്തിന്റെ പേരില് നായകന്റെ വണ്ടി ചെക്ക് ചെയ്യാതെ പോലീസുകാർ കടത്തിവിടുന്നു. അത് ഇനി കൂടെയുള്ള മുടിയൻ പറഞ്ഞ പോലെ അടുത്തുള്ള ശ്മശാനത്തിലേക്ക് എത്തുവാണ് അവര്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇപ്പൊ ആ വണ്ടി തട്ടിയ വ്യക്തിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് അടുത്തുള്ള ഒരു കുഴിമാടത്തിന്റെ അടുത്ത് കിടത്തുന്നു. എന്നിട്ട് ആ കുഴിമാടം തുറന്ന് അതിലേക്ക് അയാളെ ഇടാൻ ശ്രമിക്കുവാണ്. ഈ സമയം നല്ല മഴ പെയ്യുന്നു. അപ്പോഴാണ് തിക്കും താക്കും ഇങ്ങനെ രണ്ട് വ്യക്തികൾ അവിടെ കൂടി നടന്നു പോകുന്നത്. അങ്ങനെ ശ്മശാനത്തിൽ എന്തോ ഒച്ചപ്പാട് കേട്ട് അവരെന്താണെന്ന് ശ്രദ്ധിക്കുവാണ്. അങ്ങനെ അവർ ഈ കാഴ്ച കാണുന്നു. ആക്ച്വലി ഇവന്മാർ രണ്ടുപേരും കള്ളന്മാരായിരുന്നു, കൂടാതെ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസും ആയിരുന്നു. ഇന്ന് നായകൻ മീശയെല്ലാം വെച്ച് ആ ഒരു ഗെറ്റപ്പില് പോലീസുകാരുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാൻ പോയില്ലായിരുന്നു.
എന്താണെന്നോ, ആ സമയം എന്തോ കളവ് കേസില് ഈ 2 കള്ളന്മാരും ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. അങ്ങനെ നായകൻ ബാഗ് പുറത്തു വെച്ചിട്ട് ആ പോലീസുകാരനെ കാണാൻ വേണ്ടി അകത്ത് കയറിയപ്പോ നായകൻ പുറത്തു വെച്ചിട്ട് പോയ ആ ബാഗിലെ നായകന്റെ ക്യാമറ ഇവന്മാർ രണ്ടുപേരും കൂടെ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അത് നായകൻ ശ്രദ്ധിക്കുന്നുമില്ല. അങ്ങനെ ഇപ്പൊ അതിലൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ നായകനെ കണ്ടതും, എടാ ഇത് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട വ്യക്തിയല്ലേ, അപ്പൊ അയാൾക്ക് മീശ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ മീശയൊന്നും ഇല്ലല്ലോ. തിക്കിങ്ങനെ പറയുന്ന സമയത്ത് താക്ക് പറയുവാണ്, എടാ അതെന്തെങ്കിലും ആട്ടെ, അയാൾ ഈ സമയം കുഴിമാടത്തിന്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് വരുവാണ്. അപ്പോഴാണ് ഈ കാഴ്ചകളല്ല അവർ കാണുന്നത്. അങ്ങനെ അവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടതും അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങുവാണ്. ഇത് ഞങ്ങൾ പോലീസിനെ അറിയിക്കുമെന്നും പറഞ്ഞ് ഈ സമയം നായകന്റെ കൂടെ ഉള്ള മുടിയനില്ലേ, അയാൾ അവരോട് പറയുവാണ്, ഈ സാറിന് ഒരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ദയവ് ഇത് പ്രശ്നം ഉണ്ടാക്കരുത്, കൂടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കും അദ്ദേഹം പണം തരും. ഇത് കേൾക്കുന്ന അവർ അതിനൊക്കെ പറയുന്നു. ഇത് വള്ളി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഈ സമയം നായകൻ വിചാരിക്കുന്നു. ശരി എന്തെങ്കിലും ആട്ടെ, പണിയാവാത്ത രീതിയിൽ അവർക്കും കുറച്ച് പണം കൊടുത്ത് ഒതുക്കാന്ന് നായകൻ ഈ സമയം പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ അവർ 4 പേരും കൂടി ഒത്തുനിന്ന് ആ വണ്ടി ഇടിച്ച വ്യക്തിനെ അവിടെ കുഴിച്ചിടാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ മരിച്ചിട്ടില്ലാന്ന്. അങ്ങനെ ഇത് മനസ്സിലാക്കിയത് അവർ 4 പേരും അവിടെ ഓടി വന്ന് വണ്ടി കയറുന്നു. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാതെയാണോ നിങ്ങൾ അയാളെ കുഴിച്ചിടാൻ കൊണ്ടുവന്നതെന്ന് തിക്കും താക്കും നായകനോട് ആ മുടിയനോടും ചോദിക്കുന്നു. അയാൾ മരിച്ചുപോയെന്ന് ഈ മുടിയൻ എന്നോട് പറഞ്ഞെന്ന് ഈ സമയം നായകൻ പറയുവാണ്. അതുപോലെ തന്നെ നായകൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. അയാൾ മരിച്ച കാര്യം പുറത്തു പറയുന്നു പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ നിങ്ങൾ എന്നോട് പണം ആവശ്യപ്പെട്ടത്. ഇപ്പൊ അയാൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ, സോ ഇനി ഞാൻ എന്തിനു നിങ്ങൾക്ക് പണം തരണം, സോ നിങ്ങളെല്ലാവരും ഈ നിമിഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. നായകൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ മുടിയൻ പറയുവാണ്, അയാൾ മരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ, പക്ഷെ എന്തൊക്കെയാണെങ്കിലും നീ ചെയ്തത് തെറ്റ് തന്നെയല്ലേ, ഇത് ഞങ്ങളെ പോലീസിനെ അറിയിച്ചാലും നീ പെടും. അതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ പണം തരുവാണെങ്കിൽ ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു പോക്കോളാം, നിനക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല. ഇത് കേട്ട നായകൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ശരി ഞാൻ പണം തരാന്ന് പറയുന്നു. ഈ സമയത്താണ് നായകൻ വർക്ക് ചെയ്യുന്ന മീഡിയ കമ്പനിയിൽ നിന്ന് നായകൻ ഒരു കോൾ വരുന്നത്. മിനിസ്റ്റർ ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്രയും വേഗം നീ അത് പോയി കവർ ചെയ്യാൻ. ഇത് കേട്ട നായകൻ നേരെ വണ്ടിയും കൊണ്ട് അവിടേക്ക് എത്തുവാണ്. എന്നിട്ട് വണ്ടിയിലുള്ളവരോട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നായകനകത്തേക്ക് കയറി ചെല്ലുന്നു. വണ്ടി തന്നെ നായകന്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് നായകൻ ഈ സമയം കയ്യിലെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി മിനിസ്റ്റർ സംസാരിക്കുന്നതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി ബാഗിലുള്ള ക്യാമറ എടുക്കാൻ തുടങ്ങുവാണ് നായകൻ. അപ്പോഴാണ് ക്യാമറ മിസ്സായിട്ടുള്ള കാര്യം നായകൻ അറിയുന്നത്. അങ്ങനെ ക്യാമറ അവിടെ പോയി നായകൻ ആലോചിച്ച് നിൽക്കുന്ന അതേ സമയം തന്നെ പുറകെ തിക്കും താക്കും കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്മാർ സത്യങ്ങളെല്ലാം നായകനോട് തുറന്നു പറയുന്നു. അതായത് ഇവന്മാർ രണ്ടുപേരും കൂടി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നായകന്റെ ക്യാമറ അടിച്ചു മാറ്റിയതും അതുകൊണ്ടേ വിറ്റ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് നായകൻ ആകെ ടെൻഷനായി നിൽക്കുവാണ്. ഇതേ സമയം തന്നെ അവരുടെ പുറകെ ആ മുടിയും കയറി വരുന്നു അവിടേക്ക്. അങ്ങനെ അവിടേക്ക് കയറിയത് അയാളാണെങ്കിൽ അവിടെ നിന്ന് മൈക്കെല്ലാം പിടിച്ചു വാങ്ങി വായി തോന്നുന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാം ആകെ അലങ്കോലാക്കുവാണ്. ഈ സമയം ആ വള്ളികളെല്ലാം കൂട്ടിക്കൊണ്ട് നായകൻ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുവാണ്. അവിടുന്ന് പോകുന്ന സമയത്ത് നായകനാണെങ്കിൽ തിക്കിനും താങ്കിനും ഒരുപാട് വഴക്ക് പറയുന്നു. എന്റെ ക്യാമറ എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചു കിട്ടണം, അത് എവിടെ കൊടുത്തെന്ന് പറ, ഞാൻ അവിടെ പോയി വാങ്ങിക്കോളാം എന്നൊക്കെ നായകൻ പറയുന്നു. സാർ അത് ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ വിറ്റത്. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ നായകൻ നേരെ അവിടേക്ക് വണ്ടി വിടുന്നു. സമയം പാതിരാത്രിയായില്ലേ. ആ വ്യക്തിയാണെങ്കിൽ കട അടച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ അവിടേക്ക് വിളിച്ചു വരുത്തി കടയെല്ലാം തുറപ്പിച്ച് ആ ക്യാമറ നായകൻ വാങ്ങാൻ തുടങ്ങുവാണ്. അപ്പൊ അയാൾ പറയാണ് 10,000 തന്നാലേ ക്യാമറ തരുള്ളൂ എന്ന്. ഇവര് വിറ്റതിന്റെ ഇരട്ടി വില അയാൾ അതിന് ചോദിക്കുമ്പോൾ അത്രയും തരാൻ പറ്റില്ല എന്ന് അവര് പറയുവാണ്. അത്രയും തരാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്യാമറ തരില്ല എന്ന് അയാൾ പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ആ പണം കൊടുത്ത് നായകൻ ഇത് വാങ്ങേണ്ടി വരുന്നു. കാരണം നായകൻ കവർ ചെയ്ത ഒരുപാട് ഡോക്യുമെന്റ്സ് ആ ക്യാമറയ്ക്ക് അകത്തുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഇപ്പൊ ആ ക്യാമറ നായകനും കൊടുത്ത് ആ വ്യക്തി അവിടെ നിന്ന് പോവാണ്. ഈ സമയം നായകൻ ക്യാമറ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ മെമ്മറി കാർഡ് ഇല്ലാന്ന്. ശരിക്കും ആ ക്യാമറയേക്കാൾ പ്രാധാന്യം അതിലെ മെമ്മറി കാർഡിനായിരുന്നു. ഇപ്പൊ അതാണ് മിസ്സായിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ നായകൻ ആകെ വല്ലാതാവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതായി പോകുന്നു. അങ്ങനെ ഇപ്പൊ വണ്ടി കയറി ഇന്ന് നായകനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുവാണ്. ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ മോശപ്പെട്ട ഒരു ദിവസമാണെന്നൊക്കെ നായകൻ അങ്ങനെ അവരോട് പറയുന്നു. അതുപോലെ ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറഞ്ഞ് അവരെ നായകൻ കുറെ വഴക്കും പറയുന്നുണ്ട്, അവന്റെ ആ ഫ്രസ്ട്രേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. ഇതേ സമയം തന്നെ നായകന്റെ കാറിന്റെ അടുത്തേക്ക് ഒരു ലേഡി വരുവാണ്. എന്റെ എക്സ്ക്യൂസ് മീ, എന്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് അവിടെ കൊണ്ടാക്കാവോ എന്നൊക്കെ ചോദിക്കുന്നു. ഒരു പെണ്ണല്ലേ വന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് കേട്ടതും തിക്കും താക്കും പിന്നെന്താ മാഡം കേറിക്കോളാൻ പറഞ്ഞ് കാറിന്റെ പുറകിൽ അവളെ കയറ്റിയിരുത്തുന്നു. അതും അവരുടെ നടുക്ക്. ഉള്ള പ്രശ്നങ്ങളുടെ കൂടെ ഒരു പ്രശ്നം കൂടി കയറിയല്ലോ എന്ന് നായകൻ ഈ സമയം ആലോചിക്കുന്നു. അത് കഴിഞ്ഞ് നായകനാണെങ്കിൽ കാർ എടുത്ത് അവിടെ അങ്ങനെ പോകാൻ തുടങ്ങുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നായകൻ ഒരു കോൾ വരുന്നു. അപ്പൊ സംസാരിക്കാൻ വേണ്ടി നായകനാണെങ്കിൽ വണ്ടി നിർത്തി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം നായകൻ വണ്ടി നിർത്തിയതിന് അടുത്ത് തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നു. പാതിരാത്രി ആയതുകൊണ്ട് അതും അടച്ചിരുന്നു. ഇത് കണ്ടത് ആ മുടിയൻ, ബോയ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മദ്യം വേണമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട തിക്കും താക്കും വേണമെന്ന് പറയുന്നു. എന്നാൽ എന്റെ കൂടെ വരാൻ പറഞ്ഞ ഈ സമയം അയാളാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ബാറിന്റെ മുമ്പിലേക്ക് എത്തി അതിന്റെ പൂട്ടെല്ലാം അടിച്ചുടച്ച് അതിനകത്ത് കയറി മദ്യം എല്ലാം എടുത്ത് കുടിക്കാൻ തുടങ്ങുവാണ്. ഇതേസമയം കോളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നായകൻ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടുന്നു. എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവന്മാരെയും കൂട്ടിക്കൊണ്ട് നായകനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ പെട്രോളിംഗിൽ ഇറങ്ങിയ പോലീസുകാർ ഈ കാഴ്ച കണ്ട് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ മൂവിയുടെ ഈ ഭാഗത്ത് നല്ലൊരു ഉഗ്രം ചേസിംഗ് രംഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരുടെ കൈ പെടാതിരിക്കാൻ വേണ്ടി നായകൻ വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന സമയം കാറിലുള്ള മുടിയൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒളിച്ചു വെച്ചിരുന്ന ഒരു ഗോൾഡൻ ഗണ്ണെടുത്ത് പോലീസുകാരുടെ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ടത് നായകനും വണ്ടിയിലുള്ള ബാക്കിയുള്ളവരും ഷോക്ക് ആവുകയാണ്. എടോ താൻ എന്താ ഈ ചെയ്യുന്നേ, ഈ തോക്ക് താനിപ്പോ എവിടെ നിന്ന് എടുത്തത്, താൻ ആരാണെന്നൊക്കെ അവർ ചോദിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങളെല്ലാം ചെയ്തിട്ട് പോലീസുകാരുടെ വണ്ടിക്ക് നേരെ ഇവർ ഷൂട്ടും കൂടി ചെയ്താ പോലീസുകാർ വെറുതെ ഇരിക്കുവോ? അതുകൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ എന്ത് വില കൊടുത്തവരെ പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാതെ അവരെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വണ്ടി വെട്ടിച്ചോടിച്ച് എങ്ങനെയോ നായകൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ഇപ്പൊ ദൂരെ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടേ നിർത്തുമ്പോൾ നേരത്തെ ഇവരവിടെ വണ്ടി കയറിയാലേ ഇടിയില്ലേ, ആ
ലേഡി പറയാണ്, ഞാൻ എന്റെ ഗതികേടിനാണ് നിങ്ങളുടെ വണ്ടി വന്ന് കയറിയത്, ഇനി ഞാൻ നിങ്ങളോട് നിൽക്കുന്നില്ല, ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പോവാണ്. പോകുന്നതിന് മുമ്പ് ആ ലേഡി മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഈ മുടി നീട്ടി വളർത്തിയ വ്യക്തി നാട്ടിലെ പണ്ടത്തെ ഡോൺ ആയിരുന്നു, ഡോൺ ഓസ്കർ. വണ്ടി കയറിയ സമയത്ത് അയാളെ എനിക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ ആ ഗോൾഡൻ കണ്ണെടുത്തപ്പം എനിക്ക് മനസ്സിലായി അയാളാണെന്ന്. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം, അയാളുടെ കൂടെ നടക്കുന്നത് നിങ്ങൾക്കും ആപത്തായിരിക്കും. ഈ സമയം അയാൾ പണ്ട് ചെയ്ത് കൂട്ടിയ കുറച്ച് മാസ് കാര്യങ്ങളല്ല മൂവി ഒരു ഫ്ലാഷ് ബാക്ക് ആക്കി കാട്ടിത്തരുന്നു. ഇപ്പൊ ഈ ലേഡി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം തിക്കും താക്കും നായകനോട് പറയുവാണ്, ഇവര് പറഞ്ഞോലെ ഇനി അയാളെ കൂടെ കൊണ്ട് നടന്ന നമുക്കും അത് വലിയ പണിയാവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഇവിടുത്തെ ഡോണായ വ്യക്തിന്റെ അടുത്ത് അയാളെ കൊണ്ടേ കൊടുക്കാം. പഴയ ഡോണും പുതിയ ഡോണും ആയിട്ട് നിറയെ പ്രശ്നങ്ങളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പഴയ ഡോണിനെ പുതിയ ഡോണിന്റെ കൈ കിട്ടിയ അയാൾ അങ്ങനെ തീർത്തോളൂ, നമുക്ക് തൊല്ലേം തീർന്നു കിട്ടും. അങ്ങനെ ഇപ്പൊ പുതിയ ഡോണിന്റെ അടുത്തേക്ക് നേരെ അവര് വണ്ടി വിടുന്നു. അങ്ങനെ പുതിയ ഡോണിനെ കണ്ട് ഇന്ന പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഴയ ഡോണിനെ അയാളുടെ മുമ്പിലിട്ട് കൊടുക്കുവാണ് അവര്. എന്നാൽ ഇവര് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. പഴയ ഡോണിനെ ഒരുപാട് ദ്രോഹിച്ച് അയാളെ കുടുംബത്തിനെ വരെ അയാൾക്ക് നഷ്ടമാക്കിയിട്ടാണ് പുതിയ ഡോണി സ്ഥാനത്തെത്തിയത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പഴയ ഡോണിന് പുതിയ ഡോണിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതായത് മുടിയന് പുതിയ ഡോണിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ദേഷ്യമെല്ലാം ഇവിടെ വെച്ച് അയാൾ തീർക്കുവാണ്. അതായത് പുതിയ ഡോണിനെ അയാളുടെ ആൾക്കാരെ നമ്മുടെ മുടിയൻ അടിച്ചു നിലം പിരിച്ചാക്കുന്നു. അങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതായപ്പോ പണി പാളിയെന്ന് അറിയുമ്പോൾ നായകനും തിക്കും താക്കും എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ മൂവിയിൽ നായകന്റെ വണ്ടി തട്ടി മരിച്ചുപോയെന്ന് നായകൻ വിചാരിച്ച് നായകനും മുടിയനും കൂടി ശവക്കല്ലറയിൽ കുഴിച്ചുകൂടാൻ കൊണ്ടിട്ട വ്യക്തിയില്ലേ, അയാൾ അവിടേക്ക് ഒരു വലിയ ഗണ്ണുമായിട്ട് വരുന്നു. ആ മുടിയനെ വെടി വെച്ച് അവിടെ ഇടുവാണ്. എന്നിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നായകൻ നേരെയും തോക്കിയോണ്ടുന്നു. എന്നിട്ട് ഓടിയെ കൊന്നു കളയുന്നൊക്കെ പറയുവാണ്. അങ്ങനെ നായകന് തിക്കും താക്കൊക്കെ ആകെ ബ്ലാങ്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അതേ സമയം തന്നെ ഈ വ്യക്തിനെ മറ്റാരോ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാണ്. ഇത് ആരാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നു. അതിനിപ്പോ ഇയാൾ ആരാണെന്ന് പോലും അറിയാത്ത നായകൻ അയാളോട്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളിപ്പോ എന്തിനാ ഞങ്ങളെ കൊല്ലാൻ വന്ന ആളെ കൊന്നേന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം കാറ് കേടായി എന്നും പറഞ്ഞ് നായകന്റെ കാറിൽ കയറി കൂടിയ ആ ലേഡി ആ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് വന്ന് നായകന് നേരെ തോക്കിയുണ്ടെന്നു. എന്നിട്ട് നായകനോട് പറയുകയാണ്, കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാന്ന്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലേഡി അയാളുടെ ആളാണെന്ന്. അങ്ങനെ ഇപ്പൊ അവര് പറയുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ ഭാര്യ നായകൻ അറിയാതെ ഇവർക്കൊരു ദൗത്യം കൊടുത്തതാണ്. നായകൻ ഏതെങ്കിലും ലേഡീസുമായിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ അഫയർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവരങ്ങനെ നായകനെ പറ്റി ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നായകൻ അങ്ങനെ ബന്ധമുള്ളതായിട്ടൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ നായകന്റെ ഭാര്യനെ അറിയിക്കുമ്പോൾ നായകന്റെ ഭാര്യ പറയുവാണ്, ഇനി അങ്ങനെ എന്റെ ഭർത്താവിന് ബന്ധമില്ലെങ്കിലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കണം. ഇത് കേട്ട ഡിറ്റക്റ്റീവ് അതിനുവേണ്ടിയായിരുന്നു ഈ ലേഡീനെ നായകന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. നായകന്റെ ഭാര്യ ഇങ്ങനെല്ലാം പറയുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു. നായകന്റെ ഫ്രണ്ടായ രവിയില്ലേ, അവനുമായിട്ട് നായകൻ അറിയാതെ അവൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലം രവിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നായകൻ ഇങ്ങനെ ഒരു ബന്ധമുള്ള വ്യക്തി വരുത്തി തീർത്ത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ നായകനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നായകനോട് ആ ഡിറ്റക്റ്റീവ് ആ ലേഡിയും കൂടി തുറന്നു പറയുമ്പോൾ ഇതെല്ലാം കേട്ട് നായകൻ ഒരുപാട് സങ്കടപ്പെടുവാണ്. അത് മാത്രമല്ല എന്നാ തിക്കും താക്കും കൂടി നായകന്റെ ക്യാമറ ആ കടയെ കൊണ്ട് വിറ്റപ്പോൾ ആ കടയിൽ പോയിട്ട് ആ ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കൈക്കലാക്കിയതും ഈ ഡിറ്റക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിനക്ക് ആ മെമ്മറി കാർഡ് ഞാൻ തിരിച്ചു തരാം. അത് മാത്രമല്ല ഈ ഡോൺ മരിച്ചതിന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടും, ആ പണവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പകരമായിട്ട് നിങ്ങളുടെ ഭാര്യ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ അവർക്ക് ഡിവോഴ്സ് കൊടുക്കണം, അത്ര മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞ് നായകനെ കൊണ്ട് അതിന് സമ്മതവും പറയിച്ച് അവര് നായകന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങനെ പോവാണ്. ഈ സമയത്താണ് കാറിന്റെ ഡിക്കിയില് ആ പെട്ടിയിരിക്കുന്ന കാര്യം നായകൻ പെട്ടെന്ന് ഓർക്കുന്നത്. അത് നായകൻ വിട്ടുപോയിരുന്നു. നേരത്തെ ഓർക്കുമായിരുന്നെങ്കിൽ ആ വണ്ടി കൊടുത്ത് വിടാൻ തയ്യാറാവില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ കൂടെയുള്ള തിക്കിനോടും താക്കിനോടും നായകൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നിട്ട് നമുക്ക് എത്രയും വേഗം ആ വണ്ടി തടഞ്ഞ് അതിലെ പെട്ടി കൈക്കലാക്കണം എന്ന് പറയുവാണ്. അങ്ങനെ ഇത് കേട്ടത് അവർ നായകന്റെ കൂടെ നിൽക്കുവാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി പുറകെ ഓടി ആ വണ്ടി ഒരു സ്ഥലത്ത് വെച്ച് തടയുന്നു. പിന്നെ എന്തുണ്ടാവും പറയണ്ടല്ലോ, അതെ നല്ലൊരു ഫൈറ്റ് ആവുകയാണ് അവിടെ. ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മെമ്മറി കാർഡും പിടിച്ചു വാങ്ങി ആ ഡിറ്റക്റ്റീവിനെ ലേഡീനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ആ കാറിൽ തിക്കിനും താക്കിനെയും കയറ്റി അങ്ങനെ നായകൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വണ്ടിയുടെ ഡിക്കിയിലുണ്ടായിരുന്ന ആ പെട്ടി എടുക്കുവാണ്. എന്നിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ഇവര് മൂന്നുപേരും ആകെ ഷോക്കാവുന്നു. കാരണം അതിനകത്തുണ്ടായിരുന്നത് ആ കൊള്ളക്കാരുടെ കുറെ ആയുധങ്ങൾ മാത്രമായിരുന്നു. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ എവിടെയെന്ന് ഈ സമയം നമുക്കൊരു ചിന്ത വരും. ഇപ്പോഴാണ് അതൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരുന്നത്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ വണ്ടിയിൽ 2 പെട്ടികളുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പെട്ടി, അതിനകത്ത് നിറയെ സ്വർണ്ണങ്ങൾ, പിന്നെ ഈ വലിയ പെട്ടി, ഇതിനകത്ത് നിറയെ ആയുധങ്ങൾ. ആ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണവും പണമൊക്കെ ഇറങ്ങി ആ ചെറിയ പെട്ടി മാത്രം തുറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലെ സ്വർണ്ണങ്ങൾ കണ്ടിട്ട് ഈ വലിയ പെട്ടിയിൽ സ്വർണ്ണമായിരിക്കും എന്ന് വിചാരിച്ച നായകന് തെറ്റി. പാവം നമ്മുടെ നായകൻ കുഞ്ഞിപ്പെട്ടിനേക്കാൾ കൂടുതൽ ഈ വലിയ പെട്ടിയിലുണ്ടാവുമെന്ന് വിചാരിച്ച് അതെടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. നായകനെ കുഞ്ഞിപ്പെട്ടി അവിടെ വിട്ടിട്ട് പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. ഇൻ കേസ് ഈ അപകടം അറിഞ്ഞ് പോലീസ് അവിടേക്ക് എത്തി അന്വേഷണം തുടങ്ങിയ സ്വർണ്ണവും പണവും ഒന്നും അവിടെ കാണാതാവുമ്പോൾ അവർക്ക് ഡൗട്ട് വരും. ഇതാവുമ്പോ ആ കുഞ്ഞിപ്പെട്ടി അവിടെ ഉപേക്ഷിച്ച് പോകുന്ന അത്രേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവർ ആ കേസ് വിടും. ഈ വലിയ പെട്ടീന്റെ കാര്യം അവരെ അറിയാനും പോകുന്നില്ല. അങ്ങനെ പാവം നമ്മുടെ നായകൻ ബുദ്ധിക്ക് കളിച്ചു, പക്ഷെ ചീറ്റിപ്പോയി. അതിനിപ്പോ ഇതുകൊണ്ട് നായകൻ ആകെ സങ്കടപ്പെടുവാണ്. കൂടെ നിൽക്കുവാണെങ്കിൽ കാറിലുള്ള പണവും സ്വർണ്ണവും എല്ലാം കുറച്ച് തരാമെന്നും പറഞ്ഞ് തിക്കിനെയും താക്കിനെയും നായകൻ ആശിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിന് നായകൻ അവരോട് മാപ്പി ചോദിക്കുന്നു. ആ ഡോൺ മരിച്ചതിനുള്ള പ്രത്യുപകാരം കിട്ടുമ്പോൾ ആ പണം നിങ്ങൾ എടുത്തു, എനിക്ക് തരണ്ട. പിന്നെ ഇനിയുള്ള കാലം ഈ ഉടായ്പൊന്നും ചെയ്ത് നടക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവർക്ക് അഡ്വൈസ് കൊടുത്ത് നായകൻ അവിടുന്ന് കാറും എടുത്ത് അങ്ങനെ അവിടുത്തെ പോരുവാണ്. ഈ സമയം നായകൻ മറ്റൊരു കാര്യം ആലോചിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ മുടിയനില്ലേ, അതായത് ആ പഴയ ഡോൺ, അയാൾ നായകനോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. താൻ മരിച്ച തന്റെ ഡെഡ് ബോഡി
ചർച്ചിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ വീട്ടു പരിസരത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് കുഴിച്ചിടണമെന്ന്. അയാൾ അവസാനമായിട്ട് പറഞ്ഞ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നായകൻ അയാളുടെ ബോഡിയും പോയി എടുത്ത് അയാൾ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഒരു കുഴി എടുക്കുവാണ്. ഈ സമയം നായകൻ അവിടെ നിന്ന് ഒരു പെട്ടി കിട്ടുന്നു. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ നായകൻ അകഞ്ഞിട്ടുവാണ്. അതിൽ നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരുന്നു. തന്റെ വീട്ടു പരിസരത്തെ ഇന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചിടണമെന്ന് അയാൾ പറയാനുണ്ടായ കാരണം ഇപ്പോഴാണ് നായകന് കണക്ട് ആയത്. ഇത് നായകന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നായകനെ പെട്ടി കണ്ട് ആകെ അന്തം വിട്ടു നിൽക്കുന്ന അതേ സമയം തന്നെ അവിടെയുള്ള ഏതൊക്കെ വ്യക്തികളെ ഈ കാഴ്ച കണ്ട് ആരടാ നീ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും നായകൻ ആ പെട്ടി എടുത്ത് ആ ഡോണിന്റെ ബോഡിയും കുഴിച്ചിടാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവിടുന്ന് നായകൻ ആ പെട്ടി കൊണ്ട് നേരെ എത്തുന്നത് നായകന്റെ വീട്ടിലേക്കായിരുന്നു. ഈ സമയം വീട്ടിൽ നായകന്റെ ഭാര്യയും നായകന്റെ ഫ്രണ്ടായ രവി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നായകനെ ചീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നായകൻ മനസ്സിലാക്കിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയം നായകൻ അവർക്ക് ഒരു മുട്ടമ്പാണി കൊടുക്കുവാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ നായകൻ ആ കൊള്ളക്കാരുടെ വണ്ടിയിൽ നിന്ന് നിർത്തി ആ വലിയ പെട്ടിയില്ലേ, ആ ആയുധ പെട്ടി, അത് രവിന്റെ കാറിൽ വെച്ച് രവിക്ക് ആ കൊള്ളക്കാരുമായിട്ട് എന്തോ ബന്ധമുണ്ട്, തന്റെ ഭാര്യ ഗ്യാങ്ങിലുള്ളതാണെന്ന് നായകൻ അവന് പരിചയമുള്ള ആ പോലീസുകാരനില്ല അയാളെ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അവിടേക്ക് എത്തി അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പൊ നായകനെ ചീറ്റ് ചെയ്തവരോട് നായകൻ പ്രതികാരം വീട്ടി. അതിനുശേഷം നമ്മുടെ നായകൻ ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇല്ല കട്ടിലിൽ നിരത്തി വെച്ച് വെട്ടി കിടക്കുന്ന പോലെ അതിന്റെ മുകളിൽ കയറി കിടക്കുവാണ്. ഇതേസമയം മറുഭാഗത്ത് മരിച്ചു കിടക്കുന്ന ഡോണിനെ കാണിക്കുന്നു. അയാളുടെ ബോഡി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഏതൊക്കെ ആൾക്കാർ വന്ന് അവിടുന്ന് ആ ബോഡി കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് അയാൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. അത് അയാളും മരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായകന്റെ വണ്ടി തട്ടിയതായിട്ട് കാണിച്ച പിന്നെയുള്ള മൂവിയുടെ ഒരു ഭാഗത്ത് ഡോണിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയതിനു ശേഷം നായകനെ ഫ്രണ്ട്സിനെ കൊല്ലാൻ ശ്രമിച്ച ആ വ്യക്തിയില്ലേ, അയാൾ ആരാണെന്നറിയാവോ? ജേർണലിസ്റ്റായ നായകനെ തീർക്കാൻ വേണ്ടി നായകനെ ശത്രുവിനെ പോലെ കാണുന്ന ഒരു വ്യക്തി പറഞ്ഞയച്ച ഒരു കില്ലറായിരുന്നു അയാൾ. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ട് അങ്ങനെ മൂവി എൻഡ് ചെയ്യുന്നു. മച്ചാമാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനിയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ മൂവീസിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.